ഡൽഹി മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് നോക്കാം. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. രാജ്യ തലസ്ഥാനത്ത് എന്തൊക്കെയാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. രാജ്യ തലസ്ഥാനം ദീപാവലി ആഘോഷത്തിന്റെ ഒരു ആലസ്യം വിട്ടുമാറിയിട്ടില്ല. പലയിടങ്ങളിലും ഇന്നും ദീപാവലി ആഘോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകൾക്ക് ചിലതിനെല്ലാം അവധിയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഒപ്പം തന്നെ ഇപ്പോഴും ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നും സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപാവലി ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുന്നു. നമുക്ക് ശബ്ദം കേൾക്കാം പടക്കം പൊട്ടിക്കുന്നതിന്റെ. ഇതെല്ലാം തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസമായി മലിനീകരണം ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു മലിനീകരണം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഇടയാക്കും ഈ പടക്കം പൊട്ടിക്കുന്നത് അടക്കമുള്ള നടപടികൾ എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 415 മുകളിൽ വായു ഗുണനിലവാര നിരക്ക് രേഖപ്പെടുത്തിയിരുന്നു ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെ മലിനീകരണം കടുത്ത തോതിലേക്ക് ഈ ഒരു പടക്കം പൊട്ടിക്കലിന്റെ തുടർന്ന് ഉയർന്നേക്കാം എന്ന വിലയിരുത്തലുകളുണ്ട്. ഇത്തവണ ഹരിത പടക്കങ്ങൾക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് എങ്കിലും അനധികൃതമായി മറ്റ് പടക്കങ്ങൾ ഉൾപ്പെടെ വിൽപ്പന നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ വായു ഗുണനിലവാരം അതീവ മോശം അവസ്ഥയിൽ നിന്നും ഗുരുതര അവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് വാട്ടർ സ്പ്രിംഗ്ലറുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു പൊതു ഇടങ്ങളിൽ. ആ നടപടികളെല്ലാം തന്നെ തുടരും. മലിനീകരണം കനക്കുകയാണെങ്കിൽ കൃത്രിമ മഴ പെയ്യിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഡൽഹി സർക്കാർ പരിഗണിച്ച് വരുന്നുണ്ട്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഇന്ന് ഒക്ടോബർ 21 രാജ്യത്തെ പോലീസ് സേനകളുടെ സ്മൃതി ദിനമായാണ് ആചരിക്കുന്നത്. നിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച പോലീസുകാർ അവർക്ക് ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ പോലീസ് മെമ്മോറിയലിൽ പ്രത്യേക പരിപാടികൾ, ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ ഡൽഹി പോലീസും CRPFുമായിരിക്കും പരേഡ് നടത്തുക. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് സേനകളുടെ പ്രാതിനിധ്യം ഈ ചടങ്ങിന് ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുക. കൂടാതെ ആഭ്യന്തര സഹമന്ത്രിമാരും ഈ ചടങ്ങിന് എത്തുന്നുണ്ട്. 1951 ഒക്ടോബർ 21 ലഡാക്കിലെ ഹോട്ട് സ്പ്രിംഗിന് സമീപം ചൈനീസ് സൈന്യത്തോട് എതിർക്കുന്നതിനിടെ വീരമൃത്യു വരിച്ച 10 CRPF ജവാന്മാരുടെ ഓർമ്മയ്ക്കായാണ് ഈ ഒക്ടോബർ 21 പോലീസ് സ്മൃതിദിനമായി ആചരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം എന്താണ് പറയുക എന്നുള്ളതും നിർണായകമാണ്. കഴിഞ്ഞ 2 പൊതുപരിപാടികളിലും രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈലിന്റെ ശേഷിയെക്കുറിച്ചും പാകിസ്ഥാൻ തുടർച്ചയായി നടത്തുന്ന പ്രകോപനപരമായ പാക് നേതാക്കളുടെ പരാമർശങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകിയിരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. ശരി ബൽറാം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.